വാടകയ്ക്ക് ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? വളരെ മനോഹരമായിരിക്കും അല്ലേ? പക്ഷേ ഇത് കാണുകയും കേൾക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾക്ക് അത്ര സന്തോഷവും മനോഹാരിതയും ഒന്നും തോന്നില്ല അല്ലേ? അപ്പോൾ വാടകയ്ക്കൊരു ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം വളരെ ട്രെൻഡിങ് ആയിട്ട് നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് ഹൈദരാബാദ്. ഇന്ത്യയിലെ വേറെ ഒരു സംസ്ഥാനത്തും ഇങ്ങനെ ഒരു പത്രപരസ്യം അല്ലെങ്കിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഒരു പരസ്യം നമ്മളാരും കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ടുള്ള VC സഞ്ജിനാർ അദ്ദേഹമാണ് പബ്ലിക്കിന് വേണ്ടിയിട്ട് ഒരു അവയർനെസ്സായി ഇങ്ങനൊരു മെസ്സേജ് കൊടുത്തിരിക്കുന്നത്. വാടകയ്ക്ക് ഒരു ബോയ് ഫ്രണ്ട് വേണ്ട 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 എന്ന് തന്നെയാണ് അദ്ദേഹം പൊതുസമൂഹത്തിൽ അല്ലെങ്കിൽ എന്താ പറയുക സോഷ്യൽ മീഡിയ വഴി പെൺകുട്ടികളോട് പറയുന്നത്. ഇതിൻ്റെ പിന്നിൽ എന്താണ് അതിൻ്റെ റീസൺ എന്നുള്ളതും കൂടെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വാടകയ്ക്കൊരു ബോയ് ഫ്രണ്ടാണ്. പല സാധനങ്ങളും നമ്മൾ വാടകയ്ക്ക് കൊടുക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്യാറുണ്ട്. അത് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ നിലനിൽക്കുന്ന ഒരു സമ്പ്രദായം തന്നെയായിരിക്കും റെൻറ്റിന് കൊടുക്കുക അല്ലെങ്കിൽ വാങ്ങുക എന്നുള്ളത് അല്ലേ? പക്ഷേ അക്കൂട്ടത്തിൽ നമ്മൾക്ക് തീരെ പരിചയമില്ലാത്ത ഒരു വാക്കാണ് റെൻറ്റ് എ ബോയ് ഫ്രണ്ട് എന്നുള്ളത്. അപ്പോൾ ഇതിന് ഒരു പത്രപരസ്യം അല്ലെങ്കിൽ സമൂഹ മാധ്യമത്തിൽ വരുന്ന ഒരു പരസ്യത്തിലൂടെയാണ് ഇവരുടെ ആദ്യത്തെ എന്താ പറയുക ഒരു ക്ലയൻറ്റിനെ ഇവർ ആകർഷിക്കുന്നത്. അത് പത്രപരസ്യം ഇപ്രകാരമാണ്: നിങ്ങൾക്ക് വിശ്വസിക്കാവുന്ന അത്രയധികം വിശ്വസനീയനും അതുപോലെ തന്നെ വളരെയധികം സ്വകാര്യതയുമായിട്ടുള്ള ഒരു സൈറ്റാണത്. നിങ്ങളുടെ ആവശ്യങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ ഒരു പരസ്യം കണ്ട് ഇതിൻ്റെ ഏജൻസിയെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ കാര്യങ്ങളെല്ലാം അവരോട് പറയാം. അതായത് ഏത് രീതിയിലുള്ള പാർട്ട്ണർ വേണം അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് നമുക്ക് വേണം എന്നുള്ളത് അവരോട് നമ്മൾ പറയുന്നു. ഇവർ പറയുന്നത് എല്ലാം സ്വകാര്യമായിരിക്കും. ഈ വക കാര്യങ്ങളൊന്നും ഒരിക്കലും പരസ്യമാകുകയില്ല. അതുപോലെ തന്നെ ഞങ്ങൾ നിങ്ങൾക്ക് തരുന്ന ബോയ് ഫ്രണ്ടിനെ 100% വിശ്വസിക്കാം. അപ്പം ഈ രണ്ട് ഡിമാൻഡ് അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങളിൽ അവർ 100% ഷുവറാക്കിയിട്ടാണ് ബോയ് ഫ്രണ്ടിനെ നമ്മളിലേക്ക് തരുന്നത്, നമുക്ക് തരുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം. അതുകൂടാതെ ഈ ബോയ് ഫ്രണ്ടിന് കൊണ്ട് ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ്, നേരത്തെ പറഞ്ഞ പോലെ നമ്മളൊരു കടമുറി വാടകയ്ക്ക് എടുത്താലോ വീട് വാടകയ്ക്ക് എടുത്താലോ ഒക്കെ നമ്മളവിടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കും അല്ലേ? അതായത് ആ ഒരു സാധന ജംഗമ വസ്തുവിന് നമ്മൾ മൂലം എന്തെങ്കിലും നാശനഷ്ടം സംഭവിച്ചാൽ നമ്മൾ ആ എഗ്രിമെൻ്റ് അവസാനിപ്പിച്ച് പോരുന്ന സമയത്ത് ഈ നമ്മൾ അടച്ചിരിക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും ആ ഒരു നഷ്ടം കണക്കാക്കി ആ കാശ് അവരെടുത്തിട്ട് ബാക്കി പൈസയാണ് നമ്മുടെ കയ്യിലേക്ക് തരിക. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഈ ബോയ് ഫ്രണ്ട് എന്ന് പറയുന്ന വ്യക്തിയും ഒരു ഒരു ജംഗമ വസ്തുവാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ അതിനും എന്തെങ്കിലും കേടുപാട് പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന സെക്യൂരിറ്റി ഡെപ്പോസിറ്റിൽ നിന്നും അതിനുള്ള പൈസയും കൂടെ അവർ ഈടാക്കിയിട്ട് ബാക്കി എമൗണ്ടാണ് ഈ കോൺട്രാക്റ്റ് അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് തരുന്നത്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളാണ് സത്യത്തിൽ വിൽക്കുന്നവനും വാങ്ങുന്നവനും തമ്മിലുള്ള ആ ഒരു സംഭാഷണത്തിൽ വരുന്നത്. അങ്ങനെ ഇവർ എന്ത് ചെയ്യും? നമുക്ക് ഫോട്ടോസ് അയച്ചു തരും. അതായത് നമുക്ക് ഇഷ്ടമുള്ള ബോയ് ഫ്രണ്ട് അല്ലേ, നമ്മൾ അങ്ങോട്ട് പൈസ കൊടുത്ത് വാങ്ങുന്നതാണ് നമ്മുടെ ബോയ് ഫ്രണ്ട്. ഫ്രീ ആയിട്ട് നമ്മുടെ അടുത്തേക്ക് വരുന്നതല്ല, നല്ലപോലെ കാശ് ചിലവാക്കിയിട്ടാണ് ഇയാളെ നമ്മളിലേക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്യാനുള്ള സർവ്വ സ്വാതന്ത്ര്യവും ഈ പെൺകുട്ടിക്കുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ വേറൊരു പ്രത്യേകത. അങ്ങനെ നമ്മൾ ഇഷ്ടപ്പെട്ട ആളെ സെലക്ട് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് സിനിമയ്ക്ക് പോകാൻ, ഷോപ്പിങ്ങിന് പോകാൻ, കോഫി കുടിക്കാൻ പോകാൻ, ഇതിനൊക്കെയാണ് സത്യത്തിൽ ഒരു ബോയ് ഫ്രണ്ടിനെ നമുക്ക് തരുന്നത്. ഇതിന് നമുക്ക് ഒരു നമ്മൾ ആരൊക്കെ പറയുന്ന പോലെ ഇത്രമാത്രം പൈസ അങ്ങോട്ടും മുടക്കി ഇതിന് ചെല്ലും ചെലവും കൊടുത്ത് ഈ വണ്ടിക്കാളയെ കൂടെ കൊണ്ടു നടക്കേണ്ട കാര്യമുണ്ടോ? ഇല്ല. നമുക്കൊരാളെ സ്വന്തമായിട്ട് കണ്ടുപിടിച്ച് ചായക്കും കോഫിക്കും നമുക്ക് കൊണ്ടുപോയിക്കൂടെ? ഇതിന് സത്യം പറഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് കൊടുക്കണം, രജിസ്ട്രേഷൻ ഫീസ് കൊടുക്കണം, പിന്നെ ഇതിനെ ഈ കൊണ്ടുപോകുന്ന സ്ഥലത്ത് മുഴുവൻ വണ്ടിക്കാശ്, പെട്രോൾ അടിക്കാനുള്ള കാശ്, അവിടെ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ എക്സ്പെൻസ്, ഇതിൻ്റെയൊക്കെ ആവശ്യകത എന്താണെന്നുള്ളത് സത്യത്തിൽ മനസ്സിലാവുന്നില്ല. പക്ഷേ ഈ പത്രപരസ്യത്തിലും നമ്മുടെ പെൺകുട്ടികൾ വീഴുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം. ഓക്കെ, അപ്പം ഇതുവരെ സംഭവങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ഒരാളെ സെലക്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുത്തു,
ഇവർ പറഞ്ഞ എത്രയാണോ എമൗണ്ട് പറഞ്ഞത്, എത്ര ദിവസത്തേക്കാണ് നമുക്ക് ബോയ് ഫ്രണ്ടിന് വേണമെങ്കിൽ അതിനനുസരിച്ച് ആളുടെ ലുക്കും ഫെയറും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് കേട്ടോ പൈസ. നല്ല മോഡലിനെ പോലെയൊക്കെ ഉള്ള ഇരിക്കുന്ന ആളുകളൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് പൈസ അങ്ങോട്ട് മുടക്കണം. ആര് വേണമെങ്കിലും നമുക്ക് തരും. അങ്ങനെ നമ്മൾ പൈസ എല്ലാം കൊടുത്ത് അവർക്ക് ക്യാഷ് അവരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയി എന്നറിയുമ്പോൾ തന്നെ എന്ത് ചെയ്യും അവരെന്ന് വെച്ചാൽ, നമ്മളും അവരും തമ്മിലുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ വെച്ച് ബ്ലോക്ക് ആവുകയാണ്. അതായത് ബോയ് ഫ്രണ്ടിനെ തരാനൊന്നും അവർക്ക് ഉദ്ദേശമില്ല. അവരുടെ മെയിനായിട്ട് ഉദ്ദേശം എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള കാശ്, നമ്മുടെ അക്കൗണ്ടിൽ നിന്നും കാശ് അവർക്ക് അക്കൗണ്ടിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരൊറ്റ ദുരുദ്ദേശം മാത്രമേ ഇതിന് പിന്നിലുള്ളൂ. അങ്ങനെ കാശ് അവരുടെ അക്കൗണ്ടിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മളെ അങ്ങ് ബ്ലോക്ക് ചെയ്യും. ഇനി നമുക്കറിയാം കാശ് പോയവർക്കാണ് അതിൻ്റെ വേദന ഉണ്ടാവുള്ളൂ അല്ലേ. അപ്പോൾ ഇവരെന്ത് ചെയ്യും, പെൺകുട്ടികൾ വേറെ നമ്പറിൽ നിന്നൊക്കെ ഇവരെ കോൺടാക്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇവരുമായിട്ട് ഒരു വാക്തർക്കത്തിലേക്ക് ഏർപ്പെടുന്ന സമയത്ത് അവർ ചെയ്യുന്ന കാര്യം, നമ്മൾ തമ്മിലുള്ള സ്വകാര്യമായിട്ടുള്ള സംഭാഷണങ്ങൾ, അത് വോയിസ് ആയിക്കോട്ടെ ചാറ്റ് ആയിക്കോട്ടെ എന്ത് തന്നെയായാലും ഞങ്ങളത് സമൂഹ മാധ്യമത്തിൽ പബ്ലിഷ് ചെയ്യും. അത് കേൾക്കുന്ന അവിവാഹിതയായിട്ടുള്ള 10-18 വയസ്സായിട്ട് നമ്മുടെ വേറെ സ്റ്റേറ്റിൽ നിന്നൊക്കെ പഠിക്കാൻ പോകുന്ന പെൺകുട്ടികളുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? ഒരു തെറ്റും ചെയ്യാതെ കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വിലയ്ക്ക് വാങ്ങിയ അവസ്ഥയാണ് പിന്നെ അല്ലേ. ഇവർ പിന്നീടുള്ള നമ്മുടെ ആ ഒരു മറുപടി ചിലപ്പോൾ ആൾക്ക് ടെൻഷനാവും, ഒരു വെപ്രാളമാവും, പേടിയാവും. അങ്ങനെ ഉള്ള നമ്മൾ എന്ത് അവസ്ഥയിലാണ് എന്നുള്ളത് അപ്പുറത്തിരിക്കുന്ന ആൾക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അതിനനുസരിച്ച് അവർ നമ്മളെ കൂടുതൽ ഭീഷണിപ്പെടുത്തുകയും നമ്മുടെ കയ്യിൽ നിന്നും കൂടുതൽ പൈസ അങ്ങോട്ടേക്ക് അവർ അവിടെ അക്കൗണ്ടിലേക്ക് വാങ്ങുകയും ചെയ്യും. അപ്പോൾ ഇപ്പം എങ്ങനെ ഇരിക്കുന്നു വാടകയ്ക്കൊരു ബോയ് ഫ്രണ്ടിനെ എടുത്താലുള്ള അവസ്ഥ എന്ന് ഏകദേശം എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലേ. അപ്പം ഒരുപാട് പെൺകുട്ടികൾ ഹൈദരാബാദിൽ പഠിക്കാനോ ജോലിക്കോ പോയിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ ഇങ്ങനെ ചതിയിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതും അവിടുത്തെ പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരുപാട് പേര് പേടിച്ചിട്ട് ഇതൊന്നും കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കാത്തവരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരോട് എത്രയും വേഗം പോലീസിൽ കംപ്ലൈൻറ്റ് കൊടുക്കാനാണ് അവർ ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പം മാതാപിതാക്കൾ, പെൺകുട്ടികളുടെ മാതാപിതാക്കൾ കുറച്ചും കൂടെയൊക്കെ ഒന്ന് ജാഗ്രത പാലിക്കുക. ഓക്കെ.